അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മദീനയിലെ പ്രശസ്തമായ രണ്ട് ഗോത്രങ്ങളായിരുന്നു ഔസും ഹസറജും. അതിലെ ഹസറജ് ഗോത്രത്തിൽപ്പെട്ട മഹിളാ രത്നമായിരുന്നു ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോൾ ഉഹദ് യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞാലും ഉമ്മു അമ്മാറ ബീവിയെ പറ്റി പരാമർശിക്കാതെ പോയിട്ടില്ലെന്നാണ്. ബീവിക്ക് മൂന്ന് ആൺകുട്ടികളും ഒരു പെണ്ണും ആയിരുന്നു കേട്ടോ. മുൻ ഭർത്താവ് മരിച്ചത് കൊണ്ട് രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം മക്കയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം ചെയ്തപ്പോ മദീനയിലെ ഒരു 6ഓളം ആളുകൾ വന്ന് റസൂലുള്ളാഹിയുമായിട്ട് ബൈഅത്ത് ചെയ്തിട്ട് മുസ്ലിം ആയിട്ടോ. അടുത്ത വർഷം ഒരു 12 പേര്, മൂന്നാമത്തെ വർഷം ഒരു 75ഓളം പേര് വന്നിട്ട് അഖബ ഉടമ്പടിയിൽ കരാറ് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. പ്രശസ്തമായ റസൂലെ, ഞങ്ങളെ മക്കളെക്കാളും ഞങ്ങളെ സ്വത്തിനേക്കാളും മറ്റെന്തിനേക്കാളും അങ്ങേക്ക് ഞങ്ങള് മദീനയില് സുരക്ഷിതം ഏർപ്പെടുത്തിക്കൊള്ളുന്നു റസൂലെ. അങ്ങ് സമുദ്രത്തിലേക്ക് എടുത്ത് ചാടാൻ പറഞ്ഞാലും ഞങ്ങൾ ചാടും റസൂലെ. മൂസാ നബിയുടെ സമുദായം മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും പറയില്ല റസൂലെ എന്ന് പറഞ്ഞ ആ പ്രശസ്തമായ അഖബ ഉടമ്പടി ഇല്ലേ, അതിൽ വന്ന 75ഓളം പേരില് രണ്ട് മഹിളാ രത്നങ്ങൾ ഉണ്ടായി. അതിലൊരാളായിരുന്നു ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. ഉഹദ് യുദ്ധത്തിൽ വെച്ചിട്ട് യുദ്ധം ജയിച്ചു എന്ന് ഓർത്ത് ഒരുപാട് സഹാബാക്കൾ പിന്തിരിഞ്ഞ് ഓടിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടത്തും വലത്തും നിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത്രത്തോളം പ്രൊട്ടക്ഷൻ ഒരുക്കിയ മഹിളയായിരുന്നു. പ്രത്യേകം ഓർക്കണം, വനിതയായിരുന്നു ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. മഹദിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം കള്ളപ്രവാചകൻ മുസൈലിമയുടെ കാലത്ത് അദ്ദേഹം ഉമ്മു അമ്മാറ ബീവിയുടെ മകൻ ഹബീബിനോട് പറയുണ്ടായി, ഞാൻ പ്രവാചകനാണ്, എന്നെ വിശ്വസിക്കണം. വിശ്വസിക്കൂല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് അദ്ദേഹത്തിന് തുണ്ടം തുണ്ടമായി അരിഞ്ഞു കൊന്നു കേട്ടോ. അതിന്റെ പ്രതികാരം എന്നോണം യമാമ യുദ്ധത്തില് ഉമ്മു അമ്മാറ ബീവി ആയിരുന്നു കേട്ടോ മുൻപന്തിയില്. ഈ മുസൈലിമയെ കൊല്ലണം എന്നൊരു കാര്യമേ ബീവിക്കുള്ളൂ കേട്ടോ. അതിനുവേണ്ടി എല്ലാരെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് മുസൈലിമയുടെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും മുസൈലിമ 2 അമ്പെയ്ത് കൊണ്ട് താഴെ വീണു മരിക്കുകയുണ്ടായിട്ടോ. ആ 2 അമ്പിലൊന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും വഹിഷി റളിയല്ലാഹു അൻഹയുടേതായിരുന്നു. മറ്റൊന്ന് ഉമ്മു അമ്മാറ ബീവിയുടെ സ്വന്തം മകൻ അബ്ദുള്ളയുടെ ആയിരുന്നു കേട്ടോ. ഈ യമാമ യുദ്ധത്തിന് ശേഷം ഒരുപാട് നാളൊന്നും യമാമ യുദ്ധത്തിൽ ഒരുപാട് മുറിവേറ്റു. അതിനുശേഷം ബീവി റിക്കവർ ചെയ്തു കേട്ടോ. അതിനുശേഷം ഒരുപാട് നാളൊന്നും ബീവി ജീവിച്ചില്ല കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.